ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് മോളിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നെയ്മീൻ കൊണ്ടാണ് ഈ ഒരു ഫിഷ് മോളി തയ്യാറാക്കിയിരിക്കുന്നത്. നെയ്മീന് പകരമായിട്ട് ആവോലിയോ, കാളാഞ്ചിയോ, കരിമീനോ ഉപയോഗിക്കാം. നെയ്മീനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളാണ് നല്ലത്. എനിക്കിവിടെ ഒരു മീഡിയം സൈസിലെ നെയ്മീനാണ് കിട്ടിയത്. ഇതേപോലെയുള്ള 9 കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് പാകത്തിനൊപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇത് വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കണം. ഒരുപാടങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിരിച്ചും മറിച്ചിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫിഷ് മോളി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മീൻ വറുക്കാൻ ഉപയോഗിച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു കഷ്ണം പട്ടയും 3 ഏലക്കയും 3 കറിയാമ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള നീളത്തിൽ എരിഞ്ഞതും 10-15 ചെറിയുള്ളി ചെറുതായിട്ട് എരിഞ്ഞതും 4 പച്ചമുളക് കീറിയതും 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഫിഷ് മോളിയുടെ ഗ്രേവിക്ക് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റും ക്രീമി ടെക്സ്ചറും കിട്ടാനായിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 10-15 കാഷ്യൂനട്ട് മിക്സിയിൽ നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കറിയിലേക്ക് പുളിക്ക് ആവശ്യത്തിന് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നാച്ചുറൽ കോക്കനട്ട് വിനെഗറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പുളിയൊക്കെ പാകത്തിനാണോ എന്ന് നോക്കുക. ഗ്രേവി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ഗ്രേവിയിൽ മുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇനി ഇത് മൂടി വെച്ച് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ ഓൾറെഡി വെന്തതാണെങ്കിലും ആ കഷ്ണങ്ങളിലേക്ക് ചാറിൻ്റെ ആ ഒരു ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. അതുപോലെ മീനിൻ്റെ ഫ്ലേവർ ചാറിലേക്കും വരണം. അപ്പോഴേ ഫിഷ് മോളിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ചുറ്റിച്ച് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് ഇളക്കരുത്. തേങ്ങാപ്പാൽ തിളയ്ക്കാതെ ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് 2 തക്കാളി വട്ടത്തിലെരിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണയിൽ തിരിച്ചു മറിച്ചിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് നിരത്തി വെക്കണം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്മീൻ കൊണ്ടുള്ള ഫിഷ് മോളി തയ്യാറായിട്ടുണ്ട്. ഈ ഒരു ഫിഷ് മോളി പുട്ടിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണെങ്കിലും നല്ല സോഫ്റ്റ് പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ഈ വരുന്ന ക്രിസ്മസിന് ഈ ഒരു രീതിയിൽ ഫിഷ് മോളി തയ്യാറാക്കി നോക്കൂ. തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.